ഹലോ ഗൈസ്, ഞാൻ റഫീഖ്. ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് എങ്ങനെ വിൻഡോസ് 10 ബൂട്ടബിൾ USB ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഈ ബൂട്ടബിൾ USB ഉപയോഗിച്ച് നമുക്ക് വിൻഡോസ് 10 ഏതൊരു സിസ്റ്റത്തിലും ഈസിയായി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഈ വിൻഡോസ് 10 USB ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മിനിമം 8 GB ഫ്രീ സ്പേസ് ഉള്ള ഫ്ലാഷ് ഡ്രൈവ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ് വേണ്ടതാണ്. ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഹാർഡ് ഡിസ്കിൽ അല്ലെങ്കിൽ USB ഫ്ലാഷ് ഡ്രൈവിൽ എന്തെങ്കിലും ഡാറ്റാസ് ഉണ്ടെങ്കിൽ അത് ബാക്കപ്പ് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിലുള്ള എല്ലാ ഡാറ്റാസും ഡിലീറ്റ് ആയി പോകുന്നതാണ്. സോ ബി കെയർഫുൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അതിനുവേണ്ടി ആദ്യമായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ USB ഫ്ലാഷ് ഡ്രൈവ് കണക്ട് ചെയ്യുക. ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടൊന്ന് ബാക്കപ്പ് ചെയ്ത് വെക്കുക. കാരണം ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിലുള്ള എല്ലാ ഡാറ്റയും ഡിലീറ്റ് ആയി പോകുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്യുന്നുണ്ട്. അത് നിർബന്ധമുള്ള കാര്യമല്ല, കാരണം ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിലുള്ള എല്ലാ ഡാറ്റയും ഡിലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ബാക്കപ്പ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൾമോസ്റ്റ് 15 GB ഫ്രീ സ്പേസ് ഉണ്ട്. അതിനുശേഷം വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് ബോക്സിൽ വിൻഡോസ് 10 എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ലിങ്ക് തന്നെ കാണാൻ സാധിക്കും, ഡൗൺലോഡ് വിൻഡോസ് 10 ഡിസ്ക് ഇമേജ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കാണാൻ സാധിക്കും ക്രിയേറ്റ് വിൻഡോസ് 10 ഇൻസ്റ്റാളേഷൻ മീഡിയ. അതിന് തൊട്ട് താൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് ടൂൾ നൗ. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വിൻഡോസ് 10 മീഡിയ ക്രിയേഷൻ ടൂള് ഡൗൺലോഡ് ആയിട്ടുണ്ട്. സെറ്റപ്പ് ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സെറ്റപ്പ് ഫയൽ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ വിൻഡോസ് 10ൻ്റെ സെറ്റപ്പ് വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഫസ്റ്റ് വിൻഡോ നിങ്ങൾ കാണാൻ സാധിക്കും ഗെറ്റിംഗ് എ ഫ്യൂ തിങ്സ് റെഡി. ഇപ്പോൾ ലൈസൻസ് അഗ്രിമെൻറ്റ് വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ആക്സെപ്റ്റ്. വീണ്ടും ഗെറ്റിംഗ് എ ഫ്യൂ തിങ്സ് റെഡി. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഈ വിൻഡോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്ട് ഡു യു വാണ്ട് ടു ഡു. അവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും, അപ്ഗ്രേഡ് ദിസ് PC നൗ ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ ക്രിയേറ്റ് ഇൻസ്റ്റാളേഷൻ മീഡിയ. അപ്ഗ്രേഡ് ദിസ് PC നൗ എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ വിൻഡോസ് 7 ഓർ വിൻഡോസ് 8 കമ്പ്യൂട്ടർ ഡയറക്റ്റായി വിൻഡോസ് 10ലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ക്രിയേറ്റ് ഇൻസ്റ്റാളേഷൻ മീഡിയ. അതെന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് വിൻഡോസ് 10ൻ്റെ ഒരു ബൂട്ടബിൾ USB അല്ലെങ്കിൽ ISO ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ക്ലിക്ക് നെക്സ്റ്റ്. ഈ വിൻഡോയിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ആൻഡ് ആർക്കിടെക്ചർ ആൻഡ് എഡിഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. സിസ്റ്റം ഓട്ടോമാറ്റിക്കലി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ആ 3 ഓപ്ഷനും. അത് മാനുവലി നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ചെക്ക് ബോക്സ് അൺചെക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഏതാ ലാംഗ്വേജ് വേണ്ടത് സെലക്ട് ചെയ്യുക, എഡിഷൻ ഏതാണ് അത് സെലക്ട് ചെയ്യുക, ആർക്കിടെക്ചർ ഏതാ അത് സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് റെക്കമെൻഡഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് നെക്സ്റ്റ്. ഈ വിൻഡോയിൽ ചൂസ് വിച്ച് മീഡിയ ടു യൂസ്. രണ്ട് ഓപ്ഷൻ കാണാം, USB ഫ്ലാഷ് ഡ്രൈവ് ആൻഡ് ISO ഫയൽ. ഫസ്റ്റ് ഓപ്ഷൻ USB ഫ്ലാഷ് ഡ്രൈവ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ വിൻഡോസ് 10 ബൂട്ടബിൾ USB ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ISO ഫയൽ. അത് സെലക്ട് ചെയ്തിട്ടാണ്
വിൻഡോസ് 10ൻ്റെ ISO ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ USB ഫ്ലാഷ് ഡ്രൈവ് സെലക്ട് ചെയ്ത് ക്ലിക്ക് നെക്സ്റ്റ്, സെലക്ട് എ USB ഫ്ലാഷ് ഡ്രൈവ്, ക്ലിക്ക് നെക്സ്റ്റ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഗെറ്റിംഗ് എ ഫ്യൂ തിങ്സ് റെഡി. ഇപ്പോൾ വിൻഡോസ് 10 ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സ്പീഡ് നിങ്ങളുടെ ഇൻ്റർനെറ്റ് ആൻഡ് സിസ്റ്റത്തിൻ്റെ സ്പീഡിനനുസരിച്ചിരിക്കും. 100% കംപ്ലീറ്റ് ആവണം. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ കാണാൻ സാധിക്കും വെരിഫൈയിങ് യുവർ ഡൗൺലോഡ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ക്രിയേറ്റിംഗ് വിൻഡോസ് 10 മീഡിയ എന്ന് വെച്ചാൽ വിൻഡോസ് 10ൻ്റെ സെറ്റപ്പ് ഫയൽ എല്ലാം USB ഫ്ലാഷ് ഡ്രൈവിലേക്ക് കോപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആവാനുള്ള ടൈം എന്ന് വെച്ചാൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡിന് അനുസരിച്ചിരിക്കും. - 50% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യുവർ USB ഫ്ലാഷ് ഡ്രൈവ് ഈസ് റെഡി. ക്ലിക്ക് ഫിനിഷ്. Now setup is cleaning up before it closes. ഓക്കെ, നമുക്കൊന്ന് USB ഡ്രൈവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രോപ്പർട്ടീസ് ഒന്ന് ചെക്ക് ചെയ്യാം. 4.56 GB യൂസ്ഡ്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിൻഡോസ് 10ൻ്റെ സെറ്റപ്പ് ഫയൽ എല്ലാം കോപ്പി ആയിട്ടുണ്ട്. സോ ഈ USB ഫ്ലാഷ് ഡ്രൈവ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏതൊരു സിസ്റ്റത്തിലും വിൻഡോസ് 10 ഈസിയായി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. വളരെ ഈസി അല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കണേ. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.